ഹലോ, എൻ്റെ പേര് രമ്യ. അപ്പോൾ ഞാനൊരു പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടി പോകണം കേട്ടോ. നമ്മൾ നേരെ ലുലു മോളിലോട്ടാണ് പോകുന്നത്. അവിടെ ആകുമ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോണത്. ദേ പുറകെ ഒരാൾ നിൽപ്പുണ്ട്. ഞങ്ങൾ എല്ലാവരും ഓരോരുത്തരും വണ്ടിയിലോട്ടൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുന്നേ ഡിക്കിലിരുന്ന ബാറ്റും ബോളും ഒക്കെ എടുത്ത് വെക്കുവാണ് കേട്ടോ. അപ്പോൾ വിനോദൻ എന്നും ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെയാണ് കേട്ടോ അതൊക്കെ ഇരിക്കുന്നത്. അതിലെടുത്ത് മാറ്റി വെച്ചേ. അല്ല നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോഴത്തേനും അവൾ വെക്കാൻ ഇട കാണില്ലല്ലോ. അങ്ങനെ ഇതേ മോനെ ഞാൻ ഈ ഷൂസാണ് കേട്ടോ ഇടിപ്പിക്കുന്നത്. ഇതേ ഷൂസ് ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കുട്ടികളുടെ കാല് വലുതാകുന്നതനുസരിച്ച് നമ്മുടെ ആ ഷൂസും വലുതായിക്കൊണ്ടിരിക്കും കേട്ടോ. വലുതാകുന്ന മീൻസ് നമ്മൾ അത് കുട്ടികൾക്ക് എപ്പോഴും നല്ല കറക്റ്റ് പാകത്തിൽ തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ എല്ലാവരും ഇറങ്ങി കേട്ടോ. അന്നേരത്തേനാണ് കേട്ടോ മോനാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതെടുത്തിട്ട് എന്നും ഈ ടയറിൻ്റെ അടിയിൽ ഇങ്ങനെ കൊണ്ടുവെക്കും കേട്ടോ. അത് പൊട്ടാമ്മയുടെയാണ് കേട്ടോ കൊണ്ടുവെക്കുന്നത്. പിന്നെയാണ് നമ്മുടെ ആ പുകയൊക്കെ സൈലൻസർ, ആ സൈലൻസറിൻ്റെ ഉള്ളിൽ ടിഷ്യൂ പേപ്പർ കയറ്റുമൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളും കുരുത്തക്കേടുകളൊക്കെ കാണിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കി തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. വേണ്ട, നമ്മളിപ്പോൾ വരും. നമ്മൾ അവിടെ പോവാ ലുലു മാൾ. എന്തിനാ പോണേ? സ്കൂളിൽ പോകാൻ? സ്കൂളിൽ പോകുന്നില്ലേ? ആ എന്താ? ടീച്ചർ അടിയൊന്നും മേടിക്കും തരുമൊന്നുമില്ല. ഇല്ല, അതൊന്നും കാണിച്ചപ്പോ ഞെക്കുന്ന സാധനം അപ്പൊ പറയണതന്നെ അങ്ങനെ പറഞ്ഞത്. ഈ ഒരു ഞെക്കുന്ന സാധനം ഉണ്ടല്ലോ വിനോദൻ ചൈനയിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഒരു സ്പോഞ്ച് പോലത്തെ സാധനമാണ് കേട്ടോ. പക്ഷേ എൻ്റെ മക്കളെ അതിൻ്റെ സ്മെല്ല് അപാര സ്മെല്ലാണ് കേട്ടോ. നല്ല ബിസ്ക്കറ്റിൻ്റെ സ്മെല്ലാണോ ചോക്ലേറ്റിൻ്റെ സ്മെല്ലാണോ ഒന്നും അറിയത്തില്ല കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. പക്ഷെ അതിങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. അതിങ്ങനെ ഞെക്കിയിട്ട് പകുതി എത്തിയപ്പോഴാണ് കേട്ടോ ഇവർ ക്യാപ്പ് വെച്ചില്ല എന്ന് ഓർത്ത് കേട്ടോ. അന്നേരം പറയുവാണ് കേട്ടോ, മോൻ പറയുവാണ് അയ്യോ ക്യാപ്പ് വെച്ചില്ലെന്ന് പറയുവാണ് കേട്ടോ. അന്നേരത്തേനും ഞാൻ പറഞ്ഞാൽ വെച്ച് സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം ഇവരെ കേട്ടോ. എവിടെയെങ്കിലും പോകുമ്പോഴത്തേനും ക്യാപ്പ് വെച്ചോ വാച്ച് കെട്ടിയോ എല്ലാം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. ഇവർ മറന്നു പോകും. പിന്നെ പോകുന്ന വഴിയിലാണ് കേട്ടോ നമ്മൾ എപ്പോഴും ഓർക്കുന്നത്. അന്നേരത്തേനും വിനോദം പറഞ്ഞ് ഇതൊക്കെ ഓർക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനുമാണ് കേട്ടോ വിനോദനോട്ട് അടി കൊടുത്തത്. മോനെ ചെറിയൊരു അടിയായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ്റെ സംസാരം കേൾക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മളോട് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. നല്ല രസമാണ് കേട്ടോ. കുറേ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ലല്ലോ. അപ്പോൾ അതേ നമ്മൾക്ക് യൂണിഫോമിൻ്റെ മെറ്റീരിയൽ എടുക്കാനായിരിക്കുന്നത് കേട്ടോ. അതായത് ഇളയ ആൾക്ക് യൂണിഫോം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആൾ LKG-ലോട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി ആദ്യം ഫോർമോസ്റ്റിൽ കയറിയപ്പോൾ അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ മെട്രോക്സിലോട്ട് പോയി കേട്ടോ. അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യൂണിഫോം മെറ്റീരിയൽ എടുത്തിട്ട് അവിടെ തന്നെ തയ്ക്കാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ ജൂൺ 20 കിട്ടുള്ളൂ. അന്നേരത്തേന് സ്കൂളൊക്കെ തുറന്ന് കഴിയുമല്ലോ. പിന്നെ ഞാൻ മോനെ അവിടെ നിന്ന് എടുത്താണ് കേട്ടോ നമ്മൾ കാറിലോട്ട് കയറിയത്. അതായത് ചെരുപ്പിൻ്റെ അടിയിൽ ചെളിയൊന്നും പറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ ഡെക്കാത്ലോണിൽ പോയിട്ട് വീണ്ടും നമ്മൾ ക്രിക്കറ്റ് ബാറ്റും ബോളും വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. പിന്നോടാണെങ്കിൽ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര പ്രാന്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ലുലു മാളിലോട്ട് വിടുവാണ് കേട്ടോ. അപ്പോൾ ആ ഇടപ്പള്ളിലൊക്കെ എത്തിയപ്പോഴത്തേനും ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. എന്തൊന്നില്ലാത്ത ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പുറകിലിരുന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടലും വഴക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് കേട്ടോ ആ ഇടപ്പള്ളി ആ സൈഡിലൊരു പെറ്റിൻ്റെയൊക്കെ ഒരു ഗ്രൂമിങ് ഷോപ്പ് ഉണ്ടല്ലോ. അവിടെ ഒരു കുഞ്ഞ് പപ്പിക്കുട്ടീനെ കൊണ്ടുവന്നിട്ട് അതിനെ ഇങ്ങനെ ഗ്രൂമി ചെയ്യുവാണ് കേട്ടോ. അതിൻ്റെ എന്താ ഫെദറോ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു അതിൻ്റെ ഒരു പേരെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെ എന്തേ നമ്മൾ ലുലുമാളിൽ എത്തിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം വേറെ ഒന്നല്ല വിനോദിനെ ഇനിയിപ്പോൾ ഞങ്ങളെ കൊണ്ട് വിട്ടിട്ട് ഒരു ഫ്രണ്ടിനെ കൊണ്ട് എയർപോർട്ടിൽ വിടാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വേണ്ട സാധനങ്ങൾ മാത്രം ഒന്ന് എടുത്തിട്ട് അതായത് ഹൈപ്പറിൽ കയറിയിട്ട് ഇവർക്ക് ബ്രൗൺ പേപ്പറൊക്കെ വേണമല്ലോ. നേരത്തെ പൊതിഞ്ഞൊക്കെ വെക്കണമല്ലോ. അങ്ങനെ അതൊക്കെ വാങ്ങി പിന്നെ ഒരു ലഞ്ച് ബോക്സ് ഒക്കെ വാങ്ങിക്കണം ഇളയ ആൾക്ക് വേണ്ടി കേട്ടോ. പക്ഷേ ആ ലഞ്ച് ബോക്സ് എനിക്ക് തിരിച്ചു കൊണ്ട് വെക്കേണ്ടി വന്നു. അവിടെ ബില്ലടിക്കാൻ ചെന്നപ്പോൾ അതിൽ ടാഗൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതായത് പ്രൈസ് ടാഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് തിരിച്ചു വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ എനിക്കാണത് കണ്ടിട്ട് ഇഷ്ടമായി. നല്ല ചെറുതായിരുന്നു, മോന് പറ്റിയതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ബില്ലെല്ലാം അടിച്ചിട്ട് നമ്മളിങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇറങ്ങി വന്ന വഴിക്കാണ് കേട്ടോ നമ്മളിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഇവനോടൊക്കെ പറയുമായിരുന്നു എന്തെങ്കിലും സാധനം എടുക്കുമ്പോൾ ബില്ല് ഉള്ളത് നോക്കി എടുക്കേണ്ടതെന്നൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ടോ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞാൽ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തി. ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ തീർന്നു. നമ്മൾ വീട്ടിലെത്തി. ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.